بسم الله الرحمن الرحيم ألف لام ميم صاد كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين اتبعوا ما أنزل إليكم من എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ മഹത്തായ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കലാണ്. ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം മണ്ഡലം സുന്നി ഒരു സംഘമാണ്. അഥവാ SYSന്റെ മലപ്പുറം മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിന്റെ ഒരു അതിർത്തിയിൽപ്പെട്ട ഈ തൃപ്പുറത്തിന് ഇങ്ങനെ പ്രശ്നം സംഭവിച്ചപ്പോ ഈ ഒരു പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്ത് സമൂഹത്തെ എന്താണ് ബോധവൽക്കരിക്കേണ്ടത്, ഒരു ബോധവൽക്കരണ സംഗമം നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് ഇപ്പോൾ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു സമ്മേളനം നടത്തിയ സാഹചര്യം ഉണർത്തിയത്. സത്യത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ വിഷയങ്ങൾ ഇവിടെ എടുത്തുധരിക്കുമ്പോൾ പരിശുദ്ധമായ ദീന് സമ്മതിക്കുന്ന എന്നാൽ ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പാകുന്ന പരിശുദ്ധമായ ആത്മീയതയെ ഇവിടെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ആത്മീയതയിൽ വ്യാജന്മാരെ കടന്നുകൂടുന്നുണ്ടെങ്കിൽ ആ വ്യാജന്മാരെ പിടികൂടുക എന്നുള്ളത് കേവലം രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളുടെ ആവശ്യം മാത്രമല്ല, മുസ്ലിം ലീഗ് ആവശ്യം കൂടിയാണല്ലോ. ഈ വ്യാജന്മാരെ പിടികൂടുവാനും വ്യാജന്മാരെ അടിച്ചമർത്താനും ഒക്കെ ആര് തന്നെ മുന്നോട്ട് വന്നാലും അതൊക്കെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ വ്യാജന്മാരെ പിടികൂടുക എന്നുള്ളതിന്റെ മറവില് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് ആത്മീയമായി നായകത്വം നൽകുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ആത്മീയ നായകന്മാരെ അവരെ കുറിച്ചുകയും ആത്മീയ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രകടനങ്ങളും മാർച്ചുകളും ഒക്കെ നടത്തിയിട്ട് ഒരു കലാപത്തിന്റെ സാഹചര്യത്തിലേക്ക് ഒരു പ്രദേശത്തെ കൊണ്ടുപോകുമ്പോ ഈ തിരുപ്പതിയുടെ കടന്നുപോയ സാഹചര്യം നാം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ സമാധാനത്തോടെ നീങ്ങുന്ന എല്ലാ മതവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചോദിച്ചാൽ നമുക്ക് മഹാനാകുന്ന ഉസ്താദിനെ കുറിച്ച് തിരുപ്പതി ഉസ്താദ് എന്ന് അറിയപ്പെടുക എന്ന ലക്ഷ്യത്തോടെയാണ്. വ്യാജന്മാരെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ വ്യാജ കേന്ദ്രങ്ങളിലേക്ക് അതുപോലെ ആത്മീയ ചൂഷക കേന്ദ്രങ്ങളിലേക്കൊക്കെ ഒരു മാർച്ച് നടത്താനും ഒരു പ്രകടനം CPMന്റെ പ്രവർത്തകന്മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്കൊരു പരാതി ബോധ്യപ്പെടുത്താം. എന്നിട്ട് ആ പരാതി ബോധ്യപ്പെടുത്തതിനു ശേഷം ഉത്തരവാദപ്പെട്ട ആളുകൾ അന്വേഷിക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം, സുന്നി യുവജന സംഘത്തെ സംബന്ധിച്ചിടത്തോളം വ്യാജന്മാരായി ആരെങ്കിലും ഈ മതത്തിന് പേരിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അവരെ പിടിച്ചു തരാൻ വേണ്ടി ഈ ഭരണകൂടത്തോട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ട കേരളത്തിലെ മുസ്ലിങ്ങൾ തയ്യാറാണ്. അതേസമയത്ത് അത്തരമൊരു വ്യവസ്ഥാപിത രീതിയെ നിങ്ങൾ സമീപിക്കാതെ ഒരു ആത്മീയ കേന്ദ്രത്തിലേക്ക്, ഒരു പള്ളിയിലേക്ക്, പരിശുദ്ധമായ മതത്തിന്റെ ആത്മീയ കേന്ദ്രത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് മാർച്ച് നടത്താൻ വേണ്ടി, മതവിരുദ്ധരാകുന്ന ആളുകൾക്ക് മാർച്ച് നടത്താൻ വേണ്ടി, DYFIയുടെ പ്രവർത്തകന്മാർക്ക് മാർച്ച് നടത്താൻ വേണ്ടി ആരാണ് ഇവിടെ അനുമതി നൽകിയത്? ഈ സമ്മേളനം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു കലാപത്തിന്റെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത്. ഈ സമാധാനത്തോടെ ജീവിക്കുന്ന പ്രദേശത്ത് ഒരു കലാപത്തിന്റെ ഒരു സങ്കീർണമായ മാനസിക സാഹചര്യത്തിലേക്ക് ആരാണ് കൊണ്ടുപോയത്? നിയമപാലകന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്, ഭരണാധികാരികളാണ് ശ്രദ്ധിക്കേണ്ടത്, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. തൃപ്പതിയുടെ പ്രിയപ്പെട്ട ആത്മീയ കേന്ദ്രത്തിലേക്ക് DYFIയുടെ പ്രവർത്തകന്മാർക്ക് മാർച്ച് നടത്തണമെങ്കിൽ ആ മാർച്ച് നടത്താൻ വേണ്ടി രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട വേദിയിൽ പോയിട്ട് ഒരു അനുമതി തേടുമ്പോ, ഒരു പെർമിഷൻ തേടുമ്പോ അത് പെർമിഷൻ അനുവദിക്കുകയാണ് നിങ്ങൾ വേണ്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ട ഈ രാജ്യം ഭരിക്കുന്ന ആളുകളാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് സമസ്ത പറയുന്നത്, SYS പറയുന്നത്, ഈ സമൂഹത്തിന് പറയാനുള്ളത് DYFIയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടി അനുമതി കൊടുത്തവരാണ് ഈ തൃപ്പതിയിൽ കുഴപ്പമുണ്ടായി
ഉണ്ടാക്കാൻ തയ്യാറായത്, അവരാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നല്ലാതെ ഒരു വേദിയിൽ വരെ ഇന്ന് വരെ പ്രത്യക്ഷപ്പെടാത്ത, ഒരു സ്റ്റേജിലേക്ക് വരെ ഇന്ന് വരെ കടന്നു വരാത്ത, ഒരു പത്രക്കാരന് മുമ്പിലേക്ക് ഇന്ന് വരെ കടന്നു ചെല്ലാത്ത, ഒരു സാമ്പത്തിക മോഹത്തോടെ ഒരാളെയും ഇതുവരെ ചൂഷണം ചെയ്യാത്ത ഒരു മഹാനാകുന്ന പണ്ഡിതന്റെ ആത്മീയ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്താമെന്ന് ആവശ്യമുന്നയിക്കുമ്പോ ദിവസങ്ങളോട് പത്രത്തിൽ അവർ പരസ്യം ചെയ്തില്ലേ? ഇതൊക്കെ ചെയ്തിട്ട് പോലും അത് തടയേണ്ട നിയമപാലകന്മാരെ അവർക്ക് സംരക്ഷണം നൽകുമ്പോ പള്ളി സംരക്ഷിക്കേണ്ടത്, മതകേന്ദ്രങ്ങൾ സംരക്ഷിക്കേണ്ടത്, മതത്തിന്റെ ആത്മീയ സംവിധാനങ്ങൾ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ മതവിശ്വാസികളുടെ ബാധ്യതയാണ്. പള്ളികളിലേക്ക് ഇരച്ചു കയറാൻ വേണ്ടി പോലീസുകാരെ കിടന്നു വന്നാല്, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരെ കിടന്നു വന്നാല്, നിയമപാലകന്മാരെ നോക്കുകൂടികളായി നിൽക്കുമ്പോ പ്രിയപ്പെട്ട വിശ്വാസികൾ അത് തടയേണ്ടി വരും. ഇവിടെ ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാല് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഹൈന്ദവ സുഹൃത്തുക്കൾ അവർക്ക് ദേവാലയങ്ങളുണ്ട്. അവരെ ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും മാർച്ച് നടത്തുകയാണോ? പോലീസുകാർ നോക്കുകുത്തികളായി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും പ്രിയപ്പെട്ട ഹൈന്ദവ വിശ്വാസികൾ അത് തടയേണ്ടി വരും. മഹാനാകുന്ന ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരു സംഘടനാ മെമ്പറല്ല, ഒരു പാർട്ടി ലീഡറല്ല. അതേ സമയത്ത് പരിശുദ്ധമായ മതത്തിന്റെ ആത്മീയതയിൽ അധിഷ്ഠിതമായ ജീവിതത്തോടെ ഈ മുസ്ലിം ഉമ്മത്തിന് നായകത്വം നൽകുന്ന ഈ മഹാനാകുന്ന പണ്ഡിതന്റെ പ്രിയപ്പെട്ട സന്നിധിയിലേക്ക് ഇവിടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ മാർച്ച് നടത്തുന്നു എന്ന് ഇവിടുത്തെ പത്രങ്ങൾ മുഴുവൻ വേണ്ടിയിട്ട് അത് വേണ്ട എന്ന് പറയേണ്ട പോലീസുകാര് അത് തടയുന്നതിന് പകരം അവർക്ക് സംരക്ഷണം നൽകുകയായിരുന്നു ഇവിടെ ചെയ്തത്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലമാണ് നമ്മുടെ തീർപ്പനച്ചിലുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന സഹോദരന്മാർ പഠിക്കുക. നമ്മുടെ ഈ രാജ്യത്തിന്റെ കടന്നു വന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച്, കടന്നു വന്ന ഇന്നലകളെ കുറിച്ച് നാം വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ വെറുതെ ലഭിച്ച സ്വാതന്ത്ര്യമല്ല. മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന, ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കാൻ പറ്റുന്ന, അതുപോലെ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പറ്റുന്ന, പോകട്ടെ മതമില്ലാത്തവന് ഇല്ലാത്തവനായി ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ഈ മണ്ണിലൂടെയെങ്കിൽ ബ്രിട്ടീഷുകാരന്റെ കരങ്ങളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലേക്ക് ഈ രാജ്യത്തെ എങ്ങനെയാണ് കൊണ്ടുപോയത്? CPM-കാരൻ ആലോചിക്കേണ്ട വിഷയമുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയം പറയുന്ന ആളുകളല്ല. പക്ഷേ മതത്തിന്റെ ആത്മീയ വിഷയത്തിന്റെ പരിശുദ്ധനാകുന്ന ആത്മീയ നായകന്മാരെ ചോദ്യം ചെയ്തുകൊണ്ട് കപട വിശ്വാസികളായി, ചൂഷകന്മാരായി ഇവിടെ ചിത്രീകരിക്കുമ്പോ നിങ്ങളെ പാർട്ടി പേര് ഞങ്ങൾക്ക് എടുത്തു തിരിക്കേണ്ടി വന്നു എന്ന് മാത്രമാണ്. അതുകൊണ്ട് ആലോചിക്കട്ടെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ CPM-ന് കഴിഞ്ഞിട്ടുള്ളോ? എന്തുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുള്ളോ? ഇവർക്ക് രാജ്യത്തോട് കടപ്പാടുള്ളവരാണോ? അതേ സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമ പറയുന്നത്, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ പറയുന്നത്, ഈ രാജ്യത്ത് സമാധാനം വന്ന് പുലർന്നു കാണണമെന്ന ആഗ്രഹത്തോടെ, ബ്രിട്ടീഷുകാരെ നാട്ടിലേക്ക് കെട്ടിക്കെട്ടിക്കണമെന്ന ചിന്തയോടെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം പുലരാൻ വേണ്ടി ആരൊക്കെയാണ് പ്രവർത്തിച്ചത്? സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സ്ഥാപക നേതാക്കൾ നിങ്ങൾ പഠിക്കട്ടെ. മഹാനാകുന്ന പാങ്കിൽ ഉസ്താദ് പ്രഗത്ഭനാകുന്ന ആ പ്രോജ്വല പണ്ഡിതന്, വലിയ വലിയ മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മത്തിന് ആവേശം നൽകിക്കൊണ്ട് രാജ്യസ്നേഹം അവരെ ഊട്ടിയുറപ്പിച്ചു എന്ന് മാത്രമല്ല, പള്ളികൾ വെച്ച്, മദ്രസകൾ വെച്ച്, ആത്മീയ കേന്ദ്രങ്ങൾ വെച്ച് പരിശുദ്ധമായ നിക്റും തസ്ബീഹും സ്വലാത്തും തിന്നിട്ട ഈ മണ്ണിനോട്, ഈ രാജ്യത്തോട് കടപ്പാടുള്ളവരാകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ സജ്ജനാക്കി എന്ന് മാത്രമല്ല, നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. മഹത്തുക്കളാകുന്ന പാണക്കാട് സാദാത്തുകളെ, ശിഹാബ് തങ്ങളെ പ്രിയപ്പെട്ട പിതാവ് മഹാനാകുന്ന പൂക്കോയ തങ്ങളെ, പൂക്കോയ തങ്ങളെ പ്രിയപ്പെട്ട പിതാവ് മഹാനാകുന്ന കോയഞ്ഞിക്കോയ തങ്ങളെ, കോയഞ്ഞിക്കോയ തങ്ങളെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ, പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിൽ ജീവിച്ചിരുന്ന സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ എവിടെയാണ് അവർ മറവിട്ട് കിടക്കുന്നത്? നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം ഇതാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, കേരളത്തിൽ വളരെ സൗകര്യത്തോടെ ആത്മീയ പ്രഭ പരത്തിയ മഹാനാകുന്ന പാണക്കാട് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആ മഹാനാകുന്ന സയ്യിദ് അവർകൾ ഇന്ന് തമിഴ്നാട്ടിലെ വെല്ലൂരിലാണ് അവർ അന്ത്യവിഷമം കൊള്ളുന്നത്. ഇന്ത്യ മഹാനവർകൾ അവിടെ എത്തിയത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രിയപ്പെട്ട മാപ്പിള മക്കളെ പോരാടുന്ന സമയത്ത് അവർക്ക് ആത്മീയമായ ധൈര്യം പകരുന്നതിന് വേണ്ടി മഹാനാകുന്ന സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ ഒരു ഏലസ് എഴുതി കൊടുത്തു. ഏലസ് എഴുതി കൊടുത്തു എന്നല്ല, 8-9 വരുന്ന ചെറുപ്പക്കാര് ഇവിടെ പകർന്നു നടത്തുമ്പോ അവരെ കൈത്തണ്ടയിൽ കെട്ടിയ പ്രിയപ്പെട്ട ഏലസിന്റെ ആത്മീയമായ ബലത്തോടെ അവർ മലപ്പുറത്തിന്റെ പട്ടണ